ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ തയ്യാറാക്കിയ ഉത്തരവ് കൂടുതൽ പൊല്ലാപ്പായി. ഫിറ്റ്നസ് ലഭിക്കാൻ പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിൽ. സ്കൂൾ തുറക്കൽ പ്രതിസന്ധിയിൽ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതായതോടെ സ്കൂളുകൾ തുറക്കൽ പ്രതിസന്ധിയിലായി. പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളും അവധിക്കാല അധ്യാപക പരിശീലനവുമെല്ലാം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്കൂൾ തുറക്കാൻ സാധിക്കുകയില്ല. 5 വകുപ്പുകളിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിയാലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുള്ളൂ എന്ന് സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഈ അധ്യയന വർഷം ഇവ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മെയ് 13 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറും ആരോഗ്യവകുപ്പ് അധികൃതരും മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പ്, അഗ്നിരക്ഷാ വിഭാഗം, വിദ്യുച്ഛക്തി വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സാവകാശം നടപ്പിലാക്കാമെന്നായിരുന്നു ധാരണ. എങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവിനൊപ്പം പുറത്തിറക്കിയ ചെക്ക് ലിസ്റ്റിൽ അഗ്നിരക്ഷ, KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നീ വകുപ്പ് അധികൃതർക്ക് മാത്രം സാങ്കേതിക പരിശോധനകൾ നടത്താൻ സാധിക്കുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് കൂടുതൽ പ്രതിസന്ധിക്കിടയാക്കിയത്. മറ്റു വകുപ്പുകൾ നടത്തേണ്ട സാങ്കേതിക പരിശോധനകൾ തങ്ങൾക്ക് നടത്താൻ സാധ്യമല്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സ്കൂളുകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം അനിശ്ചിതത്വത്തിലായി. ഫിറ്റ്നസ് ലഭിക്കുന്നതിനാകെ 17 ചോദ്യങ്ങളുള്ള ചെക്ക് ലിസ്റ്റിൽ 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടവ. ഇവ ഒഴിവാക്കി അടിയന്തരമായി ചോദ്യാവലി പുനഃപ്രസിദ്ധീകരിച്ച് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് നിവേദനം നൽകി. സംസ്ഥാന പ്രസിഡന്റ് സി മുഹമ്മദ് മുസ്തഫ, ജനറൽ സെക്രട്ടറി TK ഇസ്മായിൽ, സെക്രട്ടറിമാരായ മുഹമ്മദ് അലി ചലിയൻ, OK ശിവപ്രസാദ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PN മിനിമോൾ, ദിലീപ് കുമാർ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞത്, സാധാരണ എല്ലാ വർഷങ്ങളിലും സ്കൂളുകൾ ഫിറ്റ്നസ്സിന് വേണ്ടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊരു അപേക്ഷ കൊടുക്കും. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സ്കൂൾ സന്ദർശിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ പാകപ്പഴോ അല്ലെങ്കിൽ പോരായ്മകളുടെ ചൂണ്ടിക്കാണിക്കും, അത് പരിഹരിക്കും. അവർ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. ഇതാണ് എല്ലാ വർഷങ്ങളും സംഭവിക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 1-2 സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലും ആലപ്പുഴ ജില്ലയിലൊക്കെ 1-2 ഷോക്ക് അടിച്ച വിഷയം, പാമ്പ് കടിച്ച വിഷയമൊക്കെ ഉണ്ടായപ്പോഴാണ് സർക്കാരും കോടതിയൊക്കെ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കുട്ടികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള അടിസ്ഥാനത്തിൽ സർക്കുലർ ഇറക്കി. ഈ സർക്കുലർ കുറഞ്ഞ സമയം കൊണ്ട് പാലിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇതിൽ 5 വകുപ്പുകളിൽ നിന്നുള്ള NOC വാങ്ങി പഞ്ചായത്തിൽ സമർപ്പിച്ചെങ്കിൽ പഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുമെന്നുള്ള സാഹചര്യമാണ് വന്നത്. സർക്കാർ ഇപ്രാവശ്യം ഇറക്കിയ ആദ്യത്തെ ഓർഡറിൽ അങ്ങനെയാണ് വന്നത്. അതിൽ മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ ആരോഗ്യവകുപ്പ്, ഇങ്ങനെ 5 വകുപ്പുകളിൽ നിന്നുള്ള NOC സംഘടിപ്പിച്ച് പഞ്ചായത്ത് AEക്ക് കൊടുത്തെങ്കിലുള്ളൂ AE സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്നുള്ള തീരുമാനമാണ് വന്നത്. ഇതിൻ്റെ പ്രയാസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ KGPSH നേതാക്കന്മാർ പോവുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി തലത്തിലുള്ള യോഗം വിളിക്കുകയും ഇത് ലഘൂകരിക്കുന്നതിന് വേണ്ടി 2ാമതൊരു ഓർഡർ ഇറക്കുകയും ചെയ്തു. ഈ ഓർഡറിൽ 5 വകുപ്പ് എന്നുള്ളത് ചുരുക്കി ആരോഗ്യ വകുപ്പ് എന്നുള്ള NOC വാങ്ങണം എന്നുള്ള നിബന്ധനയാണ് ഉൾപ്പെടുത്തിയത്. പക്ഷേ ഇതിനോട് അനുബന്ധിച്ച് അനക്സർ A എന്ന പേരിൽ ഇറക്കിയ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് ലിസ്റ്റിൽ 4 ചോദ്യങ്ങൾ കടന്നുകൂടി. ചോദ്യം നമ്പർ 9, 10, 11, 12. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കഴിയില്ല. അതിൽ വന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്ഥാപിച്ചിട്ടുണ്ടോ, സമീപത്തുള്ള ട്രാൻസ്ഫോമർ വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടോ, ഓഫീസിലോ കെട്ടിടങ്ങളിലോ വയറുകൾ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ വയറുകൾ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് 4 ചോദ്യങ്ങൾ വന്നിരുന്നത്. അത് AEയെ സംബന്ധിച്ച് അതിന് മറുപടി പറയാനോ സർട്ടിഫിക്കറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്ന് AEമാർ അറിയിച്ചു. അപ്പോൾ വീണ്ടും ഞങ്ങൾ KGPSH വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കാണുകയും ഈ 2ാമതിറങ്ങിയ ഉത്തരവിലുള്ള അപാകത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഉടനെ തന്നെ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.